ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ യാത്ര നമുക്ക് ലുലു മോളിലേക്ക് ആയാലോ? നമുക്ക് നേരെ പോവാം ഗൈസ്. ഏകദേശം രാത്രിയായി കേട്ടോ നമ്മൾ ട്രിവാൻഡ്രം അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൂ പെട്ടെന്ന് തന്നെ അങ്ങ് എന്താ പറയുന്നത്, അണയുന്നത്, രാത്രി അണയുന്നത്. ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി ആയതുകൊണ്ട് എപ്പോഴും തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ ലുലു മോൾ എത്തി ഗൈസ്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒട്ടും സ്ഥലമില്ല. കാര്യം സൺഡേ ആയതുകൊണ്ടിട്ട് ഒരുവിധം ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, വന്നിട്ടുണ്ട് പർച്ചേസിങ്ങിനും കാര്യത്തിനും. അപ്പോൾ ഇക്ക പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് പോകാമെന്ന്. അങ്ങനെ ഇക്കായും മോനും ഞാനും മോളും കൂടി പോവുകയാണ് ഗൈസ്. അങ്ങനെ നേരെ നമ്മൾ മുകളിലോട്ട് കയറിയപ്പോഴത്തേക്ക് അവിടെ റോബോട്ടിൻ്റെ എന്തോ ഒരു സംഭവം നടക്കുകയായിരുന്നു കേട്ടോ. റോബോട്ടിനെ വെച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു എക്സ്പോ പോലെ നടക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. കാര്യം ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു കുറച്ച് സമയം ഇങ്ങനെയൊക്കെ നിൽക്കാമെന്ന്. അപ്പോൾ പാരഗണിയിൽ നിന്ന് എനിക്ക് ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് സാധിക്കാം ഇന്ന്. അപ്പോൾ അവിടെ ഇച്ചിരി നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരൊരു നമ്പർ തരും. ആ നമ്പർ വരുമ്പോഴേ നമുക്ക് പറ്റത്തുള്ളൂ. അതുവരെ ഫഞ്ചൂറയിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് മോനെയും കൊണ്ടിട്ട് പോയി. അവനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഗൈസ് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അവൻ ഒന്നിലും കയറത്തതുമില്ല, അവന് ഭയങ്കര പേടിയുമാണ്. എന്നാൽ ഒട്ട് ബാക്കിയുള്ളവർ സമ്മതിക്കത്തതുമില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എന്നിട്ട് അവനാണെങ്കിൽ എടുത്തത് പിന്നെ ലാസ്റ്റ് മോളാണ് കേട്ടോ ആ ബൈക്ക് സംഭവമൊക്കെ റൈഡ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പം നമ്മുടെ പാരകളിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്, ടോക്കൺ എടുത്ത് വെച്ചിരിക്കുകയാണ്. സ്ക്രീനിൽ കാണുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ ചെന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം നല്ല വെയിറ്റിംഗ് ആണ്. സത്യത്തിൽ അവിടെ നിന്ന് ബിരിയാണി കഴിക്കാനാണ് കേട്ടോ. ഭയങ്കര കുറേ നാളത്തെ ആഗ്രഹമാണ് പാരഗണിലെ ഫുഡ് കഴിക്കണമെന്ന്. അപ്പോൾ ഇവൻ ഈ ഹെലികോപ്റ്ററാണ് പറ്റി, അതിനും വേണ്ട, അവൻ അവിടെ ഇരുന്നും കരയാണ് ഗൈസ്. ഞാൻ ഫഞ്ചൂറയിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് വന്നത് കേട്ടോ മുഹമ്മദിന്. അങ്ങനെ നേരെ പാരഗണിൽ എത്തിയപ്പോഴത്തേക്ക് 89. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ടോക്കൺ 89 ആയല്ലോ. അപ്പോഴത്തേക്ക് 79 ഇപ്പം വിളിക്കും മാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വന്നു. പിന്നെ വാഷ് ചെയ്യാനായിട്ട് പോയി. അവിടെ പോയി എന്നിട്ട് പിന്നെ എനിക്ക് കുറച്ച് അലുക്കുലുത്ത് പണികളുണ്ട് ഗൈസ്. എനിക്ക് ഇങ്ങനെ സെൽഫി എടുക്കുന്നത്, ഫോട്ടോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ചുരിദാർ ഇട്ടാൽ പിന്നെ ഞാൻ 100 വട്ടം ഫോട്ടോ എടുക്കും, വീഡിയോ എടുക്കും. അങ്ങനെ ഇതാണ് നമ്മുടെ സീറ്റ് കിട്ടിയത്. അങ്ങനെ നേരെ മോനുമായിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ 5 സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ പറയുന്ന കണക്കുള്ള സംഭവങ്ങൾ, ഇങ്ങനത്തേക്ക് ഹോട്ടലിൽ പോയാൽ ഇക്ക പറയുന്ന കണക്ക് വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അവർ ചൂടായിട്ടായിരിക്കും എല്ലാം കൊണ്ടു തരുന്നത്. ആദ്യം നമുക്ക് ഗ്ലാസ് വന്നു. പിന്നെ അതിനുശേഷം അവരുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും അടങ്ങിയ ഒരു ബുക്ക് പോലത്തെ സംഭവം, അതിൻ്റെ അകത്ത് മെനുവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ജിഞ്ചർ ലൈം ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. എനിക്ക് നല്ല കോൾഡ് മീൻസ് എന്താ പറയുക, ഒരു വല്ലാത്തൊരു അസ്വസ്ഥത പോലെ ആയിരുന്നു. അതുകൊണ്ടിട്ട് ഒരു ലൈം മേടിച്ചു. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ജിഞ്ചർ. അപ്പോൾ അവൻ്റെ ഫേസ് കണ്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പ്ലേറ്റ് വന്നതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ച് തന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തത് വലിയ കാര്യത്തിൽ ബിരിയാണിക്ക് വന്നതാണ്. അവൻ്റെ ഫേസ് അങ്ങനെ ആയത്. ഫ്രൈഡ് റൈസ് ആണ് ഗൈസ് കിട്ടിയത്. ഫ്രൈഡ് റൈസ്, റൊമാൻ റൊട്ടി, ചപ്പാത്തിയും മട്ടൻ ഒരു റോസ്റ്റ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് ഫസ്റ്റ് കഴിക്കുന്നത് ഗൈസ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ആ ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ ഒരു ചില്ലിയുടെ സംഭവം ഉണ്ടായിരുന്നു, അത് ഭയങ്കര എരിയായിരുന്നു. അങ്ങനെ ഇക്കാക്ക് തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ഞാൻ ഇച്ചിരി മട്ടനെ കൂട്ടിയാണ് കേട്ടോ ഫ്രൈഡ് റൈസ് കഴിക്കുന്നത്. അപ്പോൾ ഇക്ക പറഞ്ഞത് എന്തൊരു രീതിയാണെന്ന്. പക്ഷേ അങ്ങനെ ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു. നമ്മുടെ കെച്ചപ്പും ഒക്കെ കൂട്ടിയാണ് ചിക്കൻ ഫ്രൈഡ് റൈസ് എപ്പോഴും കഴിക്കുന്നത് നല്ലത്. കൊച്ചുങ്ങൾ കോർക്കും സ്പൂണും ഒക്കെ കൊണ്ട് ഇക്കായും കഴിച്ചിട്ട് ലാസ്റ്റ് ഇക്കായി ഇതിൽ തന്നെ തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു കൊള്ളാമോ ഒക്കാന്ന് വെച്ചപ്പോൾ ഇക്ക പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം വീണ്ടും മുകളിലേക്ക് തിരിച്ചിറങ്ങുക. ഇനിയാണ് നമ്മുടെ ലോകം വരുന്നത് കേട്ടോ. നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോണത്. ഇവൻ ഇങ്ങനെ ട്രോളിക്കകത്ത് ഇങ്ങനെ കയറ്റി ഇരുത്തിയിട്ട് നമ്മളൊരു പർച്ചേസിങ് അങ്ങ് ചെയ്യും ഗൈസ്. അപ്പോഴാണ് എൻ്റെ ഇക്കാടെ ജീവനൊക്കെ ഇങ്ങനെ കാണുന്നത്. കാര്യം നമ്മൾ പർച്ചേസിങ്ങിന് കയറിയാൽ കരിമ്പ കാട്ടി ആന കയറുന്നത് പോലെയാണ് കേട്ടോ. പിള്ളേരും അതുപോലെയാണ്, എല്ലാ ഐറ്റംസും എടുക്കുന്നത്. ആ പൗച്ചൊക്കെ എടുക്കുന്നതിലേക്ക് പിടിച്ച് വലിച്ച് വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവർ ഒപ്പിച്ച് പൗച്ചൊക്കെ അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ അവർക്ക് വേണ്ടുള്ളതെല്ലാം മേടിച്ചു. അതിനുശേഷം സബർ ജെല്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ സബർ ജെല്ലി മേടിച്ചു. പിന്നെ മുസമ്പി കൊള്ളൂലായിരുന്നു, അങ്ങനെ അത് മേടിച്ചില്ല. പിന്നെ ഇക്കാക്ക് ഈ ഫാഷൻ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മക്കളും കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് സവോളയും വെളുത്തുള്ളിയും ഒന്നും ഇല്ലായിരുന്നു വീട്ടിലേക്ക്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ അതിനുശേഷം ഇവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ക്യാരറ്റ് കേക്ക്, ലൈറ്റിൻ്റെ ക്യാരറ്റ് കേക്ക് മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ ഡ്രീംസ് എന്നും പറഞ്ഞുകൊണ്ട് നല്ല വാനിലയുടെ കേക്കാണ് കേട്ടോ. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ അത് കുറച്ചൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ അവനിക്ക് റംബുട്ടാൻ വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര നിലവിളിയായിരുന്നു കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഒരുവിധം ഉണ്ട് റംബുട്ടാൻ, പക്ഷെ നമുക്കും അത്ര ഇല്ല. അങ്ങനെ റംബുട്ടാൻ എടുത്തു. പിന്നെ ഇക്കാക്ക് ഈ സാലഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇക്ക അങ്ങനെ കുറച്ച് അലുക്കുലത്ത് സാലഡിൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തു. പിന്നെ പ്രിങ്കിൾസ് എടുത്തു. അങ്ങനെ നമ്മുടെ കുറേ ഐറ്റംസൊക്കെ നമ്മളിതാ പർച്ചേസ് ചെയ്തു. എന്നിട്ട് കൗണ്ടറിൽ വന്നപ്പോഴത്തേക്ക് വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു എന്നത്തെയും പോലെ. ഇതെല്ലാം നമുക്ക് എടുത്ത സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ അവർ അതിൽ നിന്നും ബോണ്ടിയൊക്കെ, അവിടെ ഇരിക്കുന്ന ബോണ്ടിയും കിറ്റ്കാറ്റും ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നേരെ മോൾ അടച്ചപ്പോഴാണ് കേട്ടോ നമ്മൾ സത്യത്തിൽ ഇറങ്ങിയത് ഗൈസ്.
അങ്ങനെ എല്ലാ ഐറ്റംസും ഒക്കെ എടുത്ത് അപ്പോഴും ഒരുപാട് ആളുകൾ മുകളിലുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് സമയമൊക്കെ കഴിഞ്ഞില്ലേ, നമ്മുടെ മക്കൾക്ക് നാളെ സ്കൂളിലൊക്കെ പോകണം. അപ്പോൾ എനിക്ക് രാവിലെ എണീക്കണം. അങ്ങനെ ദാ നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞു ഗൈസ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ.